മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. നാം കാണുന്നതും കാണാത്തതുമായ ഈ പ്രപഞ്ചം അനന്തമായ ഊർജത്താൽ നിർമ്മിതമാണ്. പുരാതന കാലം മുതൽക്കേ ഋഷിമാരും ദാർശനികരും ചിന്തകരും പ്രപഞ്ചശക്തിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന വേദവാക്യം മുതൽ ആധുനിക ക്വാണ്ടം ഫിസിക്സ് വരെ വിരൽ ചൂണ്ടുന്നത് ഒരേ സത്യത്തിലേക്കാണ്. നമ്മളും പ്രപഞ്ചവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഈ പ്രപഞ്ചശക്തിയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ അസാധ്യമായി ഒന്നുമില്ല. തടസ്സങ്ങളെ തകർക്കാനും ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനും ഈ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. പ്രപഞ്ചശക്തി എന്നത് മതപരമായ ഒരു വിഗ്രഹമല്ല, മറിച്ച് പ്രപഞ്ചത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ഇതിനെ പലരും പല പേരുകളിൽ വിളിക്കുന്നു: ദൈവം, പ്രകൃതി, കോസ്മിക് എനർജി, സുപ്രീം കോൺഷ്യസ്നസ് എന്നിങ്ങനെ. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും ഊർജത്താൽ നിർമ്മിതമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ വിഖ്യാതമായ സമവാക്യത്തിലൂടെ തെളിയിച്ചത് പിണ്ഡവും ഊർജവും ഒന്നാണെന്നാണ്. നമ്മുടെ ചിന്തകൾ പോലും ഊർജരൂപങ്ങളാണ്. ഒരു റേഡിയോ സ്റ്റേഷൻ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് നിരന്തരം ചിന്താതരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. ഈ തരംഗങ്ങൾ സമാനമായ ഊർജത്തെ പ്രപഞ്ചത്തിൽ നിന്ന് ആകർഷിക്കുന്നു. ഇതാണ് പ്രപഞ്ചശക്തിയുടെ അടിസ്ഥാന തത്വം. പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ആകർഷണ നിയമം. സമാനമായവയെ ആകർഷിക്കുന്നു എന്നതാണ് ഇതിന്റെ കാതൽ. നിങ്ങൾ വിജയത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ പ്രപഞ്ചം അത്തരം സാഹചര്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഭയത്തിലും ദാരിദ്ര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ വന്നുചേരുന്നു. നമ്മുടെ ഉള്ളിലെ വിശ്വാസം എത്രത്തോളം ദൃഢമാണോ അത്രത്തോളം വേഗത്തിൽ പ്രപഞ്ചം നമ്മുടെ ആഗ്രഹങ്ങളോട് പ്രതികരിക്കുന്നു. വിശ്വാസം എന്നത് വെറുമൊരു ആഗ്രഹമല്ല, അതൊരു ഉറപ്പാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഭയമാണ്. പരാജയപ്പെടുമോ എന്ന ഭയം പലരെയും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിൽ നിന്ന് തടയുന്നു. എന്നാൽ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് താൻ ഒറ്റയ്ക്കല്ലെന്നും തന്നെ നയിക്കാൻ ഒരു വലിയ ശക്തിയുണ്ടെന്നും ബോധ്യമുണ്ടാകും. ഈ ബോധം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ തുറന്നതാകുന്നു. മുമ്പ് നാം ശ്രദ്ധിക്കാതെ പോയ പല അവസരങ്ങളും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. ഇത് യാദൃശ്ചികമല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കൂടുതൽ ജാഗ്രതയുള്ളതാക്കുന്നതുകൊണ്ടാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വിശ്വാസമുള്ള ഒരാൾക്ക് അമിതമായി ഉത്കണ്ഠപ്പെടേണ്ടി വരുന്നില്ല. എല്ലാം ശരിയാകും എന്ന ഉറച്ച വിശ്വാസം അവർക്ക് ശാന്തത നൽകുന്നു. ശാന്തമായ മനസ്സിന് മാത്രമേ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയൂ. പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുകയും അതുവഴി വിജയങ്ങൾ നേടുകയും ചെയ്യാൻ ചില മാനസിക പരിശീലനങ്ങൾ അത്യാവശ്യമാണ്. നമുക്കിപ്പോഴുള്ള കാര്യങ്ങൾക്ക് പ്രപഞ്ചത്തോട് നന്ദി പറയുന്നതിലൂടെ നാം കൂടുതൽ സമൃദ്ധിയെ ആകർഷിക്കുന്നു. പരാതി പറയുന്ന മനസ്സ് ദാരിദ്ര്യത്തെയും നന്ദിയുള്ള മനസ്സ് ഐശ്വര്യത്തെയും വിളിച്ചുവരുത്തുന്നു. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച 10 നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയെടുത്തതായി മനസ്സിൽ സങ്കൽപ്പിക്കുക. ഉദാഹരണത്തിന് ഒരു വീട് വേണമെന്നാണെങ്കിൽ ആ വീടിന്റെ നിറം, മുറികൾ, അവിടെ താമസിക്കുമ്പോഴുള്ള നിങ്ങളുടെ സന്തോഷം എന്നിവ കൃത്യമായി സങ്കൽപ്പിക്കുക. ഈ ചിത്രം ഉപബോധ മനസ്സിൽ പതിയുമ്പോൾ പ്രപഞ്ചം അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ തുറക്കുന്നു. എനിക്ക് കഴിവുണ്ട്, ഞാൻ വിജയിയാണ്, പ്രപഞ്ചം എന്നെ സഹായിക്കുന്നു എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാക്യങ്ങൾ ദിവസവും ആവർത്തിച്ചു പറയുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് വിശ്വാസങ്ങളെ മാറ്റാൻ സഹായിക്കും. പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക എന്നാൽ വെറുതെ ഇരിക്കുക എന്നല്ല അർത്ഥം. വിശ്വാസം നിങ്ങൾക്ക് വഴി കാണിച്ചു തരും, പക്ഷേ ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഭഗവത്ഗീതയിലെ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന എന്ന വാക്യം ഇവിടെ പ്രസക്തമാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് 100% അധ്വാനം നൽകുക. ഫലത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ഇതാണ് യഥാർത്ഥ നിഷ്കാമ കർമ്മം. നിങ്ങൾ ശരിയായ കർമ്മം ചെയ്യുമ്പോൾ പ്രപഞ്ചം അതിന് അനുയോജ്യമായ ഫലം നൽകുമെന്ന് ഉറപ്പാണ്.
പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുമ്പോഴും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാം. ഇവയെ പ്രപഞ്ചത്തിന്റെ പരീക്ഷണങ്ങളായി കാണണം. ഒരു മൺപാത്രം ഉപയോഗയോഗ്യമാകുന്നതിനു മുമ്പ് തീയിൽ ചുട്ടെടുക്കേണ്ടതുണ്ട്. അതുപോലെ വലിയ വിജയങ്ങൾക്കായി നമ്മെ പാകപ്പെടുത്താൻ പ്രപഞ്ചം നൽകുന്ന പാഠങ്ങളാണ് പ്രതിസന്ധികൾ. പരാജയങ്ങളിൽ തളരാതെ വിശ്വാസത്തിൽ ഉറച്ചുനിൽക്കുന്നവരാണ് ചരിത്രം തിരുത്തിക്കുറിച്ചിട്ടുള്ളത്. ഇന്ന് ആധുനിക ശാസ്ത്രം പോലും പ്രപഞ്ചശക്തിയെ അംഗീകരിക്കുന്നുണ്ട്. നാം വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ DNA ഘടനയെപ്പോലും മാറ്റാൻ കഴിവുള്ളതാണെന്ന് എപിജെനറ്റിക്സ് പോലുള്ള ശാസ്ത്രശാഖകൾ പറയുന്നു. മനസ്സും ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള ഊർജ കൈമാറ്റം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ വിശ്വാസം കേവലം അന്ധവിശ്വാസമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ പ്രവർത്തന രീതിയാണ്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ പരിമിതനാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ലോകം ചെറുതായിരിക്കും. എന്നാൽ അനന്തമായ പ്രപഞ്ചശക്തിയുടെ ഭാഗമാണ് താനെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മുന്നിൽ എല്ലാ വാതിലുകളും തുറക്കപ്പെടും. മനസ്സിൽ ശുദ്ധമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുക, കഠിനമായി അധ്വാനിക്കുക, ഫലത്തിനായി പ്രപഞ്ചത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഈ 3 കാര്യങ്ങൾ സമ്മേളിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, നിങ്ങളെ വിജയത്തിന്റെ ഉച്ചിയിലെത്തിക്കാൻ. ആ വലിയ ശക്തിയിൽ വിശ്വസിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കൈവരും.